വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ്. നോക്കാം, എന്താണ് നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതിനകത്ത് നമ്മുടെ സൈക്കോളജിയുടെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നോക്കാം. ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു മെയിൻ പാർട്സ്. നമ്മൾ ന്യൂറോൺസ് അതൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? ന്യൂറോൺ എന്താണ്, അതിൻ്റെ ഘടന എന്താണ്, അതിൻ്റെ ധർമ്മം എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ട് മെയിൻ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു മെയിൻ പാർട്സ്, ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ പേര് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കേട്ടിട്ടുണ്ടാകും. ബയോളജിയിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് കേന്ദ്ര നാഡീയ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് CNS എന്ന് ഷോർട്ട് ഫോമിൽ പറയും. അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം PNS. ആദ്യം അതങ്ങ് മനസ്സിലാക്കുക. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് രണ്ട് മെയിൻ പാർട്സ് ആണുള്ളത്. അതായത് നമ്മുടെ നാഡീ വ്യവസ്ഥയ്ക്ക് രണ്ട് മെയിൻ പാർട്സ് ആണുള്ളത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റവും അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റവും. CNS എന്നും PNS എന്നുമാണ് പറയുന്നത്. ദ സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. തിരിഞ്ഞു പോകരുത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. ബ്രെയിനും സ്പൈനൽ കോഡുമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി ദ പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് മെയിൻലി ഓഫ് nerves which can connect the central nervous system to every other parts of the body. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് എന്തൊക്കെയുണ്ട്? ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡും ഉണ്ട്. എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് മെയിൻലി ഓഫ് nerves. ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? ഒരുപാട് നെർവ്സ് ഉണ്ട്. പ്രത്യേകത which can connect the central nervous system to every other parts of the body. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മുടെ ബോഡിയിലുള്ള മറ്റ് പാർട്സുമായിട്ട് കണക്ട് ചെയ്യുകയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്, കാരണം നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ആ ഇമ്പൾസസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം മെയിൻലി ഓഫ് കൺസിസ്റ്റ് മെയിൻലി ഓഫ് nerves. അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് അല്ലെങ്കിൽ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് നെർവുകൾ കൊണ്ടാണ്, നാഡികൾ കൊണ്ടാണ്. വിച്ച് ക്യാൻ കണക്ട് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു എവറി അതർ പാർട്സ് ഓഫ് ദ ബോഡി. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മുടെ ബോഡിയിലുള്ള മറ്റു പാർട്സുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇമ്പൾസിനെ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസിനെ നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിച്ച് ബ്രെയിനിലേക്ക് എത്തിക്കും. ബ്രെയിനിൽ അത് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇമ്പൾസസിനെ എന്ത് ചെയ്യണം? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം. നമ്മളിപ്പോൾ ഒരു തീയിൽ കൊണ്ടുപോയിൽ നമ്മുടെ കൈ ഒന്ന് അറിയാതെ ടച്ച് ആവുന്നു എന്ന് വിചാരിക്കുക, തീയിൽ. അപ്പം നമ്മൾ കൈ തീയിൽ തൊട്ടു, എനിക്ക് പൊള്ളുന്നു എന്നുള്ള ആ ഒരു ഇമ്പൾസ് എവിടെ ചെല്ലണം? നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബ്രെയിനിൽ എത്തണം. അതുപോലെ പെട്ടെന്ന് കൈ എവിടെ നിന്ന് മാറ്റൂ എന്നുള്ള ആ ഒരു റെസ്പോൺസ് നമുക്കാണെങ്കിൽ ആ ഒരു റിഫ്ലെക്സ് ഇവിടെ തിരിച്ചു വേണ്ടായോ? അതായത് കൈ എടുത്തു മാറ്റൂ, ഇല്ലെങ്കിൽ പൊള്ളും എന്നുള്ളത് ബ്രെയിൻ ഒരു ഇത് കൊടുക്കണം, ഒരു ഇൻഫോർമേഷൻ കൊടുക്കണം അല്ലെ. ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഈ പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെയും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെയും ഫംഗ്ഷനിലൂടെയാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആദ്യം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. എന്തിനകത്ത് എന്ത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു മെയിൻ പാർട്സ്. നമുക്കറിയാം നെർവസ് സിസ്റ്റത്തില് രണ്ട് മെയിൻ പാർട്ടാണുള്ളത്. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. അത് ഏതൊക്കെയാണ്? അത് സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവുമാണ്. അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? അതില് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ധർമ്മം എന്താണ്? അതിനകത്ത് ഒരുപാട് നെർവുകളുണ്ട്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ നമ്മുടെ ബോഡിയിലെ മറ്റു പാർട്സുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം.
സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ബിഗിൻസ് ഓൾമോസ്റ്റ് ബൈ ദ 18th day of the conception when a tube-like structure starts developing, which is known as the neural tube. അപ്പം നമ്മൾ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോണ ഓരോ സെന്റൻസും ഒരു കഥ പോലെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. The development of central nervous system begins almost by the 18th day of the conception. അതായത് കൺസെപ്ഷൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു എഗ്ഗും അല്ലെങ്കിൽ ആ സ്പേമും തമ്മിൽ ഫ്യൂഷൻ ആയി കഴിയുമ്പോഴാണല്ലോ നമ്മളവിടെ ആ ഒരു ഫ്യൂഷൻ നടന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ ഒരു ഫ്യൂഷൻ നടന്നതിന്റെ 18th ഡേയിൽ, അതായത് ഈ ക്യാരിങ് ആയതിന്റെ 18th ഡേയിൽ 18ാമത്തെ ദിവസമാണ് കുഞ്ഞിന് സെൻട്രൽ നെർവസ് സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ബിഗിൻസ് ഓൾമോസ്റ്റ് ബൈ ദ 18th day of the conception when a tube-like structure starts developing, which is known as the neural tube. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ആ 18ാമത്തെ ദിവസത്തെ ആ കൺസെപ്ഷന് ശേഷം അല്ലെ 18ാമത്തെ ദിവസത്തിലാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഒരു 18th day ഓഫ് കൺസെപ്ഷനിൽ ആ ഒരു ഭ്രൂണത്തില് ഉണ്ടാകും. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂറൽ ട്യൂബ് എന്നുള്ളത്. കിട്ടിയോ നോക്കിക്കേ. ദ ഡെവലപ്മെന്റ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ബിഗിൻസ് ഓൾമോസ്റ്റ് ദ 18th day ഓഫ് ദ കൺസെപ്ഷൻ. അപ്പൊ അവിടെ എന്താ ഉണ്ടാകുന്നത്, ഈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ സ്റ്റാർട്ട്സ് ഡെവലപ്പിംഗ്, വിച്ച് ഈസ് നോൺ ആസ് ന്യൂറൽ ട്യൂബ്. അപ്പൊ ആ കാര്യം ക്ലിയർ ആയെങ്കിൽ അടുത്ത നോക്കിയേ. ദിസ് ന്യൂറൽ ട്യൂബ് then developed into the brain and the spinal cord. ഈ ഡെവലപ്പ് ചെയ്ത ന്യൂറൽ ട്യൂബ് എന്ന് പറയുന്ന സംഭവമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ കുഞ്ഞിന്റെ ആ ജനന സമയം, അതായത് ജനിച്ച് ഒരു 18ാമത്തെ ദിവസം ആകുന്ന സമയത്ത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. എങ്കിൽ ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ന്യൂറൽ ട്യൂബ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ന്യൂറൽ ട്യൂബ് പിന്നീട് എന്തായിട്ട് മാറും, ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് അതിന് പരിണാമം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ബൈ ദ 28th day ഓഫ് ഡെവലപ്മെന്റ് ദ ന്യൂറൽ ട്യൂബ് ഈസ് ക്ലോസ്ഡ്. പിന്നീട് നോക്കിക്കേ, 28ാമത്തെ ദിവസം ആകുന്ന സമയത്ത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ന്യൂറൽ ട്യൂബ് ക്ലോസ്ഡ് ആകും എന്നാണ്. 28th ഡേയിൽ ഈ ന്യൂറൽ ട്യൂബ് ക്ലോസ് ആകുകയും ആൻഡ് ഇറ്റ്സ് റോസ്ട്രൽ എൻഡ് ഹാസ് ഡെവലപ്ഡ് 3 ഇന്റർകണക്റ്റഡ് ചേംബേഴ്സ്. ഇതിന്റെ മുൻഭാഗം ഇറ്റ്സ് റോസ്ട്രൽ എൻഡ് ഏതാണ്, ഈ പറയുന്ന ന്യൂറൽ ട്യൂബിന്റെ റോസ്ട്രൽ എൻഡ്, അതായത് ന്യൂറൽ ട്യൂബിന്റെ മുൻഭാഗം എന്തായിട്ട് മാറും, ഇറ്റ് ഹാസ് ഡെവലപ്ഡ് 3 ഇന്റർകണക്റ്റഡ് ചേംബേഴ്സ്, അതായത് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു 3 ചേംബേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്താ അങ്ങനെ മാറുന്നത്, നമ്മുടെ ന്യൂറൽ ട്യൂബ്. കിട്ടിയോന്ന് നോക്കിക്കുക. അത്രയും. The development of central nervous system begins almost 18th day of conception. ഇപ്പൊ നമ്മൾ മനസ്സിൽ ആലോചിച്ചേ, 18ാമത്തെ ദിവസം, കൺസെപ്ഷന്റെ 18ാമത്തെ ദിവസമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിൽ ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, അതിന്റെ പേരാണ് ന്യൂറൽ ട്യൂബ് എന്നുള്ളത്. പിന്നീട് എന്ത് ചെയ്യും, ഈ ന്യൂറൽ ട്യൂബ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നതെന്ന് മനസ്സിലാക്കുക.
നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ന്യൂറൽ ട്യൂബാണ്. ഇനി പറയാണ് 28ാമത്തെ ദിവസം, അതായത് കൺസെപ്ഷന്റെ 28ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ന്യൂറൽ ട്യൂബ്, അതായത് ഈ ട്യൂബിലേക്ക് സ്ട്രക്ചർ ക്ലോസ് ആവുകയും പിന്നീട് എന്ത് ചെയ്യുകയും ചെയ്യും, ഈ ന്യൂറൽ ട്യൂബിന്റെ റോസ്ട്രൽ എൻഡ്, അതായത് മുൻഭാഗം 3 ഇന്റർകണക്റ്റഡ് ചേംബേഴ്സ് ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. These chambers become ventricles and the tissue that surrounds them becomes the 3 major parts of the brain, the forebrain, the midbrain and the hindbrain. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഫോർബ്രെയിൻ എന്താണ്, മിഡ് ബ്രെയിൻ എന്താണ്, ഹിൻഡ് ബ്രെയിൻ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നോക്കിക്കേ, ദീസ് ചേംബേഴ്സ് ബിക്കം വെൻട്രിക്കിൾസ്. അപ്പൊ ഈ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഈ ചേംബേഴ്സ് ആണ് എന്തായിട്ട് മാറുന്നത്, വെൻട്രിക്കിൾസ് ആയിട്ട് മാറുന്നത്. നമ്മൾ തൊട്ട് മുന്നേ എന്താ പറഞ്ഞത്, ഇത് ഈ റോസ്ട്രൽ എൻഡ് 3 ഇന്റർകണക്റ്റഡ് ചേംബേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ചേംബേഴ്സ് എന്തായിട്ട് മാറും, വെൻട്രിക്കിൾസ് ആയിട്ട് മാറും. ദീസ് ചേംബേഴ്സ് ബിക്കം വെൻട്രിക്കിൾസ് ആൻഡ് ദ ടിഷ്യൂ ദാറ്റ് സറൗണ്ട് ദം ബിക്കംസ് ദ 3 മേജർ പാർട്സ് ഓഫ് ദ ബ്രെയിൻ. അതായത് ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്ന ഈ ചേംബേഴ്സിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്ന ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂസ് ബ്രെയിനിന്റെ 3 മേജർ പാർട്സ് ആയിട്ട് മാറും. ഏതൊക്കെയാണ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, അതുപോലെ ഹിൻഡ് ബ്രെയിൻ. ഇത് നമ്മൾ ഫോർ ബ്രെയിനെ പറ്റിയും മിഡ് ബ്രെയിനെ പറ്റിയും ഹിൻഡ് ബ്രെയിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേ എന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോഴാണ് ക്ലിയർ ആവുന്നത്. അപ്പൊ നോക്കിക്കേ, ദീസ് ചേംബേഴ്സ് ബിക്കം വെൻട്രിക്കിൾസ് ആൻഡ് ദ ടിഷ്യൂ that surrounds them becomes the 3 major parts of the brain, the forebrain, the midbrain and the hindbrain. As development progresses, the rostral chambers, the forebrain, divides into 3 separate parts which become the 2 lateral ventricles and the 3rd ventricles. എന്താ പറഞ്ഞേക്കുന്നത്, as development progress, ഈ ഡെവലപ്മെന്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദ റോസ്ട്രൽ ചേംബേഴ്സ്, ഈ മുൻഭാഗം അല്ലേ നമ്മൾ എന്തായിട്ട് മാറും എന്ന് പറഞ്ഞത്, ഈ റോസ്ട്രൽ ചേംബേഴ്സ് ആണ്, അല്ല ഈ റോസ്ട്രൽ എൻഡ് ആണ് എന്തായിട്ട് 3 സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇന്റർകണക്റ്റഡ് ചേംബേഴ്സ് ആയിട്ട് മാറുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ് പിന്നീട് എന്താണ് വെൻട്രിക്കിൾ ആവുന്നതും ഒക്കെ പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, ആസ് ഡെവലപ്മെന്റ് പ്രോഗ്രസസ് ദ റോസ്ട്രൽ ചേംബേഴ്സ്, ആ റോസ്ട്രൽ ചേംബറിലെ ഏത് പാർട്ടാണ്, ദ ഫോർ ബ്രെയിൻ ഡിവൈഡ്സ് ഇൻടു 3 സെപ്പറേറ്റ് പാർട്സ് വിച്ച് ബിക്കം ദ 2 lateral ventricles and 3rd ventricle. നല്ല ക്ലിയർ ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് പോകണം. ആദ്യം നമ്മൾ എവിടുന്നാ വന്നതെന്ന് ആലോചിക്കണം. 18th ഡേയില് നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യൂന്ന് പറഞ്ഞു. അവിടെ ന്യൂറൽ ട്യൂബ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നീട് 28th ഡേയ്സിൽ എന്ത് പറ്റും, ന്യൂറൽ ട്യൂബ് എന്തായിട്ട് മാറും, ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തതിന് ശേഷം അതിന്റെ റോസ്ട്രൽ എൻഡ് എങ്ങനായിട്ട് മാറും, ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള 3 ചേംബേഴ്സ്, അതിനകത്ത് എന്തുണ്ടാകും, 3 ചേംബേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ചേംബേഴ്സ് വെൻട്രിക്കിളായിട്ട് മാറും എന്ന് പറഞ്ഞു. അത് ആ വെൻട്രിക്കിളിന്റെ സെപ്പറേഷൻ നമ്മൾ പറഞ്ഞില്ല. പൊതുവേ നമ്മൾ പറഞ്ഞു ഇതെന്തായിട്ട് മാറും, വെൻട്രിക്കിളായിട്ട് മാറും. എന്നാൽ ഇതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പാർട്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ ആയിട്ട് മാറും എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ദ റോസ്ട്രൽ ചേംബേഴ്സ് ഡിവൈഡഡ് ഇൻടു 3 സെപ്പറേറ്റ് പാർട്സ് വിച്ച് ബിക്കം ദ 2 lateral ventricles ആൻഡ് ദ 3rd ventricle. അപ്പൊ ഈ വെൻട്രിക്കിളിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണ്. ഇതിന്റെ റോസ്ട്രൽ ചേംബേഴ്സ് ഡിവൈഡ്സ് ഇൻടു 3 സെപ്പറേറ്റ് പാർട്സ് ഏതൊക്കെയാണ്, വിച്ച് ബിക്കം ദ 2 lateral ventricles and the 3rd ventricles. The region around the lateral ventricles becomes the telencephalon. ഈ വാക്ക് പഠിച്ചു വെച്ചേക്കണേ. The region around the lateral ventricles, ലാറ്ററൽ വെൻട്രിക്കിൾസ് ഇല്ലേ, അതിന്റെ ആ റീജിയൻ, അതിന് ചുറ്റുമുള്ള റീജിയൻ, അതിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അത് എന്തായിട്ട് മാറുമെന്ന് ചോദിച്ചാല്
ടെലൻസെഫലോൺ, എൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. ഈ വാക്ക് പഠിച്ചു വെച്ചേക്കണം. ആൻഡ് ദ റീജിയൻ അറൌണ്ട് ദ തേർഡ് വെൻട്രിക്കിൾ ബിക്കംസ് ദ ഡയൻസെഫലോൺ, അതായത് ഇന്റർ ബ്രെയിൻ. ഇപ്പൊ നമ്മൾ ടെലൻസെഫലോണും അതുപോലെ തന്നെ ഡാൻസെഫലോൺ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പാർട്ടാണെന്ന് ഓർമ്മ വേണം. അപ്പൊ ദ റീജിയൻ അറൌണ്ട് ദ ലാറ്ററൽ വെൻട്രിക്കിൾസ്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ലാറ്ററൽ വെൻട്രിക്കിൾസും ഉണ്ട്, തേർഡ് വെൻട്രിക്കിളും ഉണ്ട്. അതിനകത്ത് ദ റീജിയൻ അറൌണ്ട് ദ ലാറ്ററൽ വെൻട്രിക്കിൾസ്, ലാറ്ററൽ വെൻട്രിക്കിൾസിന് ചുറ്റുമുള്ള ആ റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? ടെലൻസെഫലോൺ എന്നും. ആൻഡ് ദ റീജിയൻ അറൌണ്ട് ദ തേർഡ് വെൻട്രിക്കിൾ ബിക്കംസ് ദ ഡയൻസെഫലോൺ ആണ്. ഇൻ ഇറ്റ്സ് ഫൈനൽ ഫോം ദ ചേംബർ ഇൻസൈഡ് ദ മിഡ് ബ്രെയിൻ, അതായത് മെസെൻസെഫലോൺ ബിക്കംസ് നാരോ, ഫോമിംഗ് ദ സെറിബ്രൽ അക്വേഡക്റ്റ് ആൻഡ് ടു സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് in the hindbrain, the metencephalon and the myelencephalon. അപ്പൊ ഈ സെഫലോൺ എന്ന് പറയുന്ന ഈ വാക്കുകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഇൻ ഇറ്റ്സ് ഫൈനൽ ഫോം, അതായത് ഇത് ഡെവലപ്മെന്റ് ചെയ്യുന്ന അതിന്റെ ഫൈനൽ ഫോമിൽ എന്താ കാണുന്നത്? ദ ചേംബർ ഇൻസൈഡ് ദ മിഡ് ബ്രെയിൻ, മിഡ് ബ്രെയിനിൽ ഉള്ളിൽ കാണുന്ന ചേംബർ എന്തൊക്കെയായിട്ട് മാറും? അതായത് മെസെൻസെഫലോൺ എന്നാ പറയുന്നത്. ദ ചേംബർ ഇൻസൈഡ് ദ മിഡ് ബ്രെയിൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ അറിയണം ഏതാണ്. അത് മെസെൻസെഫലോൺ ആണ്. അതിനെന്ത് പറ്റും? ബിക്കംസ് നാരോ, അത് വെറും നാരോ ആയിട്ട് മാറും. ഫോമിങ് ദ സെറിബ്രൽ അക്വേഡക്റ്റ്, എന്നിട്ട് അത് എന്തായിട്ടാ മാറുന്നേ? സെറിബ്രൽ അക്വേഡക്റ്റ് ആയിട്ട് മാറും. ആൻഡ് ടു സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ഇൻ ദ ഹിൻഡ് ബ്രെയിൻ, അതുപോലെ ഹിൻഡ് ബ്രെയിനില് ഒരു 2 സ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യും. അതിന്റെ പേരാണ് ദ മെറ്റൻസെഫലോൺ ആൻഡ് ദ മൈലൻസെഫലോൺ. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കണം. ഓരോ ഈ സെഫലോൺ, ടെലൻസെഫലോൺ, ഡയൻസെഫലോൺ, അതുപോലെ മെസെൻസെഫലോൺ, മെറ്റൻസെഫലോൺ എന്താണ് എന്തായിട്ട് മാറുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കുക. ഈ പാർട്ട് മാത്രം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിക്കേ. ദ റീജിയൻ അറൌണ്ട് ദ ലാറ്ററൽ വെൻട്രിക്കിൾസ് becomes the telencephalon and the region around the third ventricle becomes the diencephalon. ആദ്യം അത് 2 മാത്രം ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിനുശേഷം in its final form the chamber inside the midbrain, അതായത് മിഡ് ബ്രെയിൻ ഉള്ളിലുള്ള ആ ചേംബറിനെ വിളിക്കുന്ന പേരെന്താണ്? അങ്ങനെ ചോദിക്കുമ്പോൾ പറയണം അത് മെസെൻസെഫലോൺ ആണ്. ബിക്കംസ് നാരോ, ഫോമിംഗ് ദ സെറിബ്രൽ അക്വഡക്റ്റ് ആൻഡ് 2 സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ഇൻ ദ ഹിൻഡ് ബ്രെയിൻ. അത് ഏതൊക്കെയാണ്? ദ മെറ്റൻസെഫലോൺ ആൻഡ് ദ മൈലൻസെഫലോൺ എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. അനാട്ടമിക്കൽ സബ് ഡിവിഷൻസ് ഓഫ് ദ ബ്രെയിൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് 4 ബ്രെയിനകത്ത് നോക്കിക്കേ, ടെലൻസെഫലോണും ഡയൻസെഫലോണും ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ആദ്യം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴ് ഇവിടെ ടെലൻസെഫലോണും ഡയൻസെഫലോണും അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ടെലൻസെഫലോണിന് 2 വർഗീകരണമുണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാല് സെറിബ്രൽ ഹെമിസ്ഫിയറും സബ് കോർട്ടിക്കൽ ന്യൂക്ലിയം ഏതിന്റെ ഭാഗമാണ്? ടെലൻസെഫലോണിന്റെ ഭാഗമാണ്. കേട്ടോ, ഇത് 4 ബ്രെയിൻ ആണ്. 4 ബ്രെയിനകത്താണ് ഏത് കാണുന്നത്? ടെലൻസെഫലോണും ഡയൻസെഫലോണും. ആദ്യം അത് മാത്രം പഠിക്കുക, നമുക്ക് അടുത്തതും പഠിക്കാനുണ്ട്. ഓരോ 4 ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഞാൻ അതിന്റെ ആദ്യത്തെ പാർട്ടാണ് ഏതാണ്? 4 ബ്രെയിൻ ആണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ 4 ബ്രെയിനകത്ത് ഇങ്ങനെ മനസ്സിൽ കാണുക, 4 ബ്രെയിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 4 ബ്രെയിനെ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ടെലൻസെഫലോൺ എന്നും അതുപോലെ ഡയൻസെഫലോൺ എന്നും. ആദ്യം അങ്ങനെ പഠിച്ചാൽ മതി. 4 ബ്രെയിൻ അതിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ടെലൻസെഫലോൺ എന്നും അതുപോലെ ഡയൻസെഫലോൺ എന്നും. ഇനി നമുക്ക് ഇത് നോക്കാം. ടെലൻസെഫലോണിനെ അഗെയിൻ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സും സബ് കോർട്ടിക്കൽ ന്യൂക്ലിയം. എങ്ങനെയാണ്? സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്നും സബ് കോർട്ടിക്കൽ ന്യൂക്ലിയർ. അതിനകത്ത് സബ് കോർട്ടിക്കൽ ന്യൂക്ലിയക്കകത്താണ് ഏതൊക്കെ വരുന്നത്? ഹിപ്പോക്യാമ്പസും ബേസൽ ഗാംഗ്ലിയം, അമിഗ്ഡാലയും. ഇത് 3 നമ്മുടെ ക്വസ്റ്റ്യൻ ആണല്ലോ. ഹിപ്പോക്യാമ്പസ്, ബേസൽ ഗാംഗ്ലിയ, അതുപോലെ അമിഗ്ഡാല ഏതിന്റെ ഭാഗമാണ്? സബ് കോർട്ടിക്കൽ ന്യൂക്ലിയയുടെ ഭാഗമാണ്. അത് മാത്രം മനസ്സിലോർത്തെ. നമ്മൾ 4 ബ്രെയിന്റെ കാര്യമാണ് പറഞ്ഞത്. 4 ബ്രെയിനെ 2 ആയിട്ട് തിരിച്ചു, ടെലൻസെഫലോൺ എന്നും ഡയൻസെഫലോൺ എന്നും. ഇനി ഈ പറഞ്ഞ ടെലൻസെഫലോണിനെ എങ്ങനെ തിരിച്ചേക്കുന്നത്? സെറിബ്രൽ ഹെമിസ്ഫിയർ എന്നും സബ് കോർട്ടിക്കൽ
ന്യൂക്ലിയ എന്നും രണ്ടായിട്ട് തരംതിരിച്ചു. അതിലെ സബ് കോർട്ടിക്കൽ ന്യൂക്ലിയക്കകത്താണ് നമുക്ക് വേണ്ടുന്ന ഹിപ്പോക്യാമ്പസ്, ബേസൽ ഗാംഗ്ലിയ, അമിഗ്ഡാല എന്നിവ ഉൾക്കൊള്ളുന്നത്. ഇനി നമ്മൾ ഡയൻസെഫലോണിലോട്ട് വരിക. ഈ ഡയൻസെഫലോണിൽ വന്നപ്പം അവിടെയാണ് തലാമസ്, ഹൈപ്പോതലാമസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. എളുപ്പമല്ലേ പഠിക്കാന്? ഡയൻസെഫലോണിലാണ് ഏതൊക്കെ? തലാമസും ഹൈപ്പോതലാമസും അതുപോലെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും കാണപ്പെടുന്നത്. ഇത് മറന്നു പോകരുത്, ഇതിന്റെ ഭാഗമാണെന്നും മറന്നു പോവുകയേ ചെയ്യരുത്. അപ്പൊ ഡയൻസെഫലോൺ, തലാമസ്, ഹൈപ്പോതലാമസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇനി അടുത്ത മിഡ് ബ്രെയിൻ എടുക്കുകയാണ്. മിഡ് ബ്രെയിൻ എടുക്കുമ്പം അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട മെസെൻസെഫലോൺ വരുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ടെക്ടോം, ടെഗ്മെന്റോം എന്ന രണ്ട് ഭാഗമാണ് വരുന്നത്. ഏതൊക്കെയാണ്? ടെക്ടം, ടെഗ്മെന്റം എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ചോദിക്കാം, എവിടെയാണ് ടെഗ്മെന്റം കാണപ്പെടുന്നത്? മെസെൻസെഫലോണിലാണ്. മെസെൻസെഫലോൺ എന്തിന്റെ പാർട്ടാണ്? മിഡ് ബ്രെയിന്റെ പാർട്ടാണ്. ഇനി മെറ്റൻസെഫലോണിൽ വരുമ്പോഴാണ് സെറിബെല്ലവും പോൺസും വരുന്നത്. ഏതാണ്? സെറിബെല്ലവും പോൺസും വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ അനാട്ടമിക്കൽ സബ് ഡിവിഷൻ ഓഫ് ദ ബ്രെയിൻ എന്നതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ മനസ്സിൽ കാണണം ഇതിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ ആണ്. ഫോർ ബ്രെയിൻ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം ടെലൻസെഫലോണും ഡയൻസെഫലോണും ആണ് ഇതിനകത്ത് വരുന്നത്. അതോടാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും. ടെലൻസെഫലോൺ എന്ന് പറയുമ്പോൾ അവിടെ സെർബ്രൽ ഹെമിസ്ഫിയേഴ്സും സബ് കോർട്ടിക്കൽ ന്യൂക്ലിയയും കാണപ്പെടുന്നു. അതിൽ സബ് കോർട്ടിക്കൽ ന്യൂക്ലിയക്കകത്താണ് ഹിപ്പോക്യാമ്പസ്, ബേസൽ ഗാംഗ്ലിയ, അതുപോലെ അമിഗ്ഡാല ഇത്രയും കാണുന്നത്. ഇനി ഡയൻസെഫലോണിലാണ് തലാമസും ഹൈപ്പോതലാമസും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും ഉൾപ്പെടുന്നത്. ഇനി മിഡ് ബ്രെയിൻ നോക്കുമ്പോൾ അവിടെ നമുക്ക് മെസെൻസെഫലോണിനെ നോക്കിയാൽ മതി. ടെക്ടോം, ടെഗ്മെന്റോം കാണപ്പെടുന്നത് മെസെൻസെഫലോണിലാണ്. ഹിൻഡ് ബ്രെയിൻ വരുന്ന സമയത്ത് അവിടെ മെറ്റൻസെഫലോൺ ആണ്. സെറിബെല്ലവും പോൺസും കാണപ്പെടുന്നു എന്ന് ആലോചിക്കുക. ഇനി ഫോർ ബ്രെയിൻ്റെ കൂടുതലായിട്ടുള്ള ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന പെരിഫറലായിട്ടുള്ള കാര്യമുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സിനകത്തുണ്ട്. ഫോർ ബ്രെയിൻ ഈസ് കൺസിഡേർഡ് ടു ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിൻ്റെ ലാർജസ്റ്റ് പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് ഫോർ ബ്രെയിൻ ആണെന്ന് പറയണം. വിത്ത് റെസ്പെക്ട് ടു ദ ഏരിയ കവേർഡ്. അതായത് ഹ്യൂമൻ ബ്രെയിൻ്റെ, അതായത് ആ ഹ്യൂമൻ ബ്രെയിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ആ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത് ഫോർ ബ്രെയിൻ ആണ്. അപ്പോൾ ഫോർ ബ്രെയിൻ ഈസ് കൺസിഡേർഡ് ടു ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ ഏരിയ കവേർഡ്. ഇനി ദ ടു സിമെട്രിക്കൽ ഹെമിസ്ഫിയേഴ്സ് which we all are so familiar with are known as cerebral hemisphere and are a part of the forebrain. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ബ്രെയിനെ രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്, രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ദ ടു സിമെട്രിക്കൽ ഹെമിസ്ഫിയേഴ്സ്, സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ ഉള്ളതാ. ദ ടു സിമെട്രിക്കൽ ഹെമിസ്ഫിയേഴ്സ് which we all are so familiar with are known as സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. അപ്പൊ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്, ബ്രെയിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു, അല്ലെ ഒരേപോലെയുള്ള ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? സെറിബ്രൽ ഹെമിസ്ഫിയർ എന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതിന്റെ ഡീറ്റെയിൽഡ് വേർഷനാണ് നമ്മൾ ഈ പറയുന്നത്. ആൻഡ് ആർ എ പാർട്ട് ഓഫ് ദ ഫോർ ബ്രെയിൻ. അപ്പൊ ഈ സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണ്? നമ്മുടെ ഫോർ ബ്രെയിന്റെ പാർട്ടാണ്. സെറിബ്രൽ ഹെമിസ്ഫിയർ ഫോർ ബ്രെയിൻ്റെ പാർട്ടാണെന്ന് ആലോചിക്കുക. ദ ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ ഈസ് നോൺ ആസ് ദ സെറിബ്രൽ കോർട്ടെക്സ്. ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ പുറം ഭാഗത്തെ അറിയപ്പെടുന്ന പേര് സെറിബ്രൽ കോർട്ടെക്സ് എന്നും ആൻഡ് ദ സബ് കോർട്ടിക്കൽ റീജിയൻസ് ഇൻക്ലൂഡ് ദ ലിംബിക് സിസ്റ്റം ആൻഡ് ബേസൽ ഗാംഗ്ലിയ. അതുപോലെ തന്നെ സബ് കോർട്ടിക്കൽ റീജിയനിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ലിംബിക് സിസ്റ്റവും ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് എവിടെയാണ്? സബ് കോർട്ടിക്കൽ റീജിയനിലാണ് കാണപ്പെടുന്നത്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ഫോർ ബ്രെയിൻ ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫോർ ബ്രെയിനകത്ത് പറഞ്ഞത് നോക്കാം. ഫോർ ബ്രെയിൻ ഈസ് കൺസിഡേർഡ് ടു ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. മനസ്സിലേക്ക് വന്നോ ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്?
forebrain ആണ് with respect to the area covered. The two symmetrical hemispheres which we all are so familiar with are known as cerebral hemisphere. അപ്പോൾ ഈ സിമെട്രിക്കൽ ആയിട്ടുള്ള ബ്രെയിനിന്റെ ഈ ഹെമിസ്ഫിയേഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്നാണ്. ആൻഡ് ആർ പാർട്ട് ഓഫ് ദ ഫോർബ്രെയിൻ. ഓർത്തു വെക്കുക. ഇനി ദ ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ ഈസ് നോൺ ആസ്, ഔട്ടർ പാർട്ടിനെ എന്താ വിളിക്കുന്നത്? സെറിബ്രൽ കോർട്ടെക്സ് എന്നും. ആൻഡ് ദ സബ് കോർട്ടിക്കൽ റീജിയൻസ് ഇൻക്ലൂഡ് ദ ലിംബിക് സിസ്റ്റം ആൻഡ് ബേസൽ ഗാംഗ്ലിയ. നെക്സ്റ്റ് സെറിബ്രൽ കോർട്ടെക്സിനെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇൻ ഹ്യൂമൻസ് സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഗ്രേറ്റ്ലി convoluted. These convolutions consisting of sulci, അതായത് സ്മാൾ grooves, fissures, large grooves, and the gyri, അതായത് bulges between adjacent sulci or fissures, greatly enlarge the surface area of the cortex compared with the smooth brain of the same size. നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയാണ്. അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ ബയോളജി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിക്കും. ബ്രെയിനിന്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഉപരിതലം എന്ന് പറയുന്നത് ഒരുപാട് ചുളിവുകളും മടക്കുകളും ഒക്കെ ചേർന്നാണെന്ന്. പണ്ട് നമ്മളിങ്ങനെ ബ്രെയിൻ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് നമ്മളതിനകത്ത് ഇങ്ങനെ ഓരോ പാർട്സ്, അതായത് എന്ത് ചെയ്യും, ഇതിനകത്ത് ഇങ്ങനെ ചുളിവുകളും മടക്കുകളും പോലെ നമ്മൾ അടയാളപ്പെടുത്തും. എന്തുകൊണ്ടാണ്? അതിന്റെ സാധാരണഗതിയിൽ എന്തിനാണ് ഈ ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു സ്മൂത്തായിട്ടിരിക്കുന്ന ഒരു പ്രതലം, നമ്മളിപ്പോൾ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരച്ചു വെച്ചാൽ ഇത് ബ്രെയിനാന്ന് പറഞ്ഞ് വരച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് കറക്റ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ചുളിവുകളും മടക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. കാരണം അത് ചുളുങ്ങി ഇങ്ങനെ ഇരിക്കുമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറുകുടലിൽ കാണപ്പെടുന്ന വില്ലസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുക. അതിങ്ങനെ ഇങ്ങനെ വിരലിന്റെ ആകൃതിയിലാണ്. അതും എന്തുകൊണ്ടാണ്? അതായത് സർഫസ് ഏരിയ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുരുങ്ങി കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെയും സെറിബ്രൽ കോർട്ടെക്സിലേക്ക് വരുമ്പം ഇൻ ഹ്യൂമൻസ് സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഗ്രേറ്റ്ലി കൺവല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഇങ്ങനെ ചുളുങ്ങി മടങ്ങി അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ദീസ് കൺവല്യൂഷൻസ് കൺസിസ്റ്റ് ഓഫ് സൾക്കി. ഈ ചുളിവുകളിലും മടക്കുകളിലും എന്തുണ്ട്? സൾക്കി എന്ന് പറയുന്നത്, അതായത് ചെറിയ ഗ്രൂസ്, ചെറിയ ചാലുകളുണ്ട്. അതുപോലെ തന്നെ ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ഗ്രൂസ് ആണ്. വലിയ ഇങ്ങനെ മടക്കുകളായിട്ട് കാണപ്പെടത്തില്ലേ, അതാണ്. ആൻഡ് ഗൈറി എന്ന് പറഞ്ഞാൽ എന്താ? ബൾജസ് ബിറ്റ്വീൻ അഡ്ജസന്റ് സൾക്കി ഓർ ഫിഷേഴ്സ് ആണ്. എന്താണ്? ബൾജസ് ബിറ്റ്വീൻ, ചെറിയ ബൾജസ് ആണ് ഇതിനിടയിൽ കാണപ്പെടുന്നത്. ഈ സൾക്കിക്കും ഫിഷേഴ്സിനും ഇടയിൽ കാണപ്പെടുന്നത്, അതാണ് ഗൈറി എന്ന് പറയുന്നത്. ഗ്രേറ്റ്ലി എന്താണ് ഇതിന്റെ ധർമ്മം എന്ന്? ഗ്രേറ്റ്ലി എൻലാർജ് ദ സർഫസ് ഏരിയ ഓഫ് ദ കോർട്ടെക്സ്. ഈ കോർട്ടെക്സിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ സഹായിക്കും. ഏതൊക്കെ? ഈ പറയുന്ന ഗൈറി ആയാലും സൾക്കി ആയാലും അതുപോലെ ഫിഷേഴ്സ് ആയാലും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ബ്രെയിനിന്റെ പുറത്ത് ഇതുപോലെ ചെറിയ ചുളിവുകളും മടക്കുകളും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് അതിന് സർഫസ് ഏരിയ എന്തായിട്ടിരിക്കുന്നത്? കൂടുതൽ എന്ന് പറയാനായിട്ട് കാരണം. അല്ലെ, അതിന് സർഫസ് ഏരിയ കൂടിയിരിക്കാൻ അതിനെ സഹായിക്കുന്നത് ഈ പറയുന്ന ചെറിയ ചുളിവുകളും മടക്കുകളും ഒക്കെയാണ്. അപ്പൊ നോക്കാം. ഇൻ ഹ്യൂമൻസ് സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഗ്രേറ്റ്ലി എന്താണ്? കൺവല്യൂട്ടഡ്. ദീസ് കൺവല്യൂഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ്, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം. സൾക്കി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാൾ ഗ്രൂസ് ആണ്. ഫിഷേഴ്സ് ഉണ്ട്, ഇതെന്താണ്? ലാർജ് ഗ്രൂസ് ആണ്. അപ്പൊ ചെറിയ ചാലുകളും ഉണ്ട്, വലിയ ചാലുകളും ഉണ്ട്, അതാണ്. ആൻഡ് ഗൈറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾജസ് ബിറ്റ്വീൻ അഡ്ജസന്റ് സൾക്കി ഓർ ഫിഷേഴ്സ് ആണ്. ഗ്രേറ്റ്ലി ഇതിന്റെ ധർമ്മം എന്താണെന്ന്? ഗ്രേറ്റ്ലി എൻലാർജ് ദ സർഫസ് ഏരിയ ഓഫ് ദ കോർട്ടെക്സ് കമ്പയർഡ് വിത്ത് സ്മൂത്ത് ബ്രെയിൻ ഓഫ് ദ സെയിം സൈസ്. അതായത് ഇതേ വലിപ്പമുള്ള ഒരു സ്മൂത്ത് ബ്രെയിനേക്കാളും സർഫസ് ഏരിയ കാണും. എങ്ങനെയാണെങ്കിൽ ഇതുപോലെ സൾക്കിയും ഗൈറിയും അതുപോലെ ഫിഷേഴ്സും ഒക്കെ ഉള്ള ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ. എല്ലാവരുടെയും ബ്രെയിൻ അങ്ങനെ തന്നെയാണ്. മിനുസമുള്ള ബ്രെയിൻ ആർക്കും ഇല്ല. എന്താണ്? എല്ലാവരുടെയും ബ്രെയിൻ എടുത്തു കഴിഞ്ഞാലും എന്താണ്? ചുളിവുകളും മടക്കുകളും എല്ലാം കാണും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ സെറിബ്രൽ കോർട്ടെക്സ് കൺസിസ്റ്റ് മോസ്റ്റ്ലി ഓഫ് ഗ്ലിയ ആൻഡ് സെൽ ബോഡീസ്, dendrites and the interconnecting axon of neurons. ഇനി സെറിബ്രൽ കോർട്ടെക്സിനെ എടുക്കുകയാണെങ്കിൽ
സെറിബ്രൽ കോർട്ടെക്സിൽ എന്തൊക്കെ കാണപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അല്ലെ, അതിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട്. മോസ്റ്റ്ലി ഓഫ് ഗ്ലിയ ആൻഡ് സെൽ ബോഡീസ്. ഗ്ലിയ എന്ന് പറഞ്ഞാൽ ഈ നെർവുകൾ കൂടി ചേർന്നതാണ്. ഗ്ലിയ ആൻഡ് സെൽ ബോഡീസ്. സെൽ ബോഡി അറിയാലോ, നമ്മൾ ന്യൂറോൺ പഠിച്ചപ്പോൾ അതിന്റെ സ്ട്രക്ചർ പഠിച്ചായിരുന്നു. സെൽ ബോഡി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, അതുപോലെ ഇന്റർ കണക്റ്റിംഗ് ആക്സോൺസ് ഓഫ് ന്യൂറോൺസ്, ന്യൂറോണിന്റെ ആക്സോണുകൾ, ഇതെല്ലാം എവിടെ കാണപ്പെടും? സെറിബ്രൽ കോർട്ടെക്സിൽ കാണപ്പെടും. അങ്ങനെ കാണപ്പെടുന്നത് കൊണ്ട് ഇതുണ്ട്. because cell bodies predominate, giving the cerebral cortex a grayish tan appearance, it is referred as gray matter. നമ്മൾ ഈ സെറിബ്രൽ കോർട്ടെക്സ് ഗ്രേ മാറ്ററിൽ നിർമ്മിതമാണ്, അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഗ്രേ മാറ്റർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞു സെൽ ബോഡീസ് ഉണ്ട്, ഗ്ലിയ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഇന്റർ കണക്റ്റിംഗ് ആക്സോൺ ഉണ്ട് എന്ന് പറഞ്ഞു. ബിക്കോസ് സെൽ ബോഡീസ് പ്രിഡോമിനേറ്റ്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടുതലായിട്ടും എന്താ കാണുന്നത്? സെൽ ബോഡീസ് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ സെറിബ്രൽ കോർട്ടെക്സിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രേയിഷ് കളറിലാണ്, ഒരു ചാര നിറത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രേ മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സെറിബ്രൽ കോർട്ടെക്സ് ആണ് ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഇനി beneath the cerebral cortex run millions of axons that connect the neuron of the cerebral cortex with those located elsewhere in the brain. ഇനി beneath the cerebral cortex, cerebral cortexന് തൊട്ട് താഴെ run millions of axons, ഒരുപാട് ആക്സോണുകൾ കാണപ്പെടും. കാരണം ഒരുപാട് ന്യൂറോണുകൾ, നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ന്യൂറോൺസ് കൊണ്ടാണ്, അല്ലെ? ഈ സെല്ലിനോടൊപ്പം തന്നെ എന്തുണ്ട്? ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം beneath the cerebral cortex run millions of axons that connect the neuron of the cerebral cortex, that connect the neurons of the cerebral cortex with those located else within the brain. അതായത് നമ്മുടെ ബ്രെയിനിൽ മറ്റ് കാണപ്പെടുന്ന കുറേ ന്യൂറോൺസ് ഇല്ലേ, അതും ഈ പറയുന്ന സെറിബ്രൽ കോർട്ടെക്സിലെ പിന്നെ ആക്സോണുകളും തമ്മിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കണക്ഷൻ ഉണ്ടാകും. എന്തിനാ കണക്ഷൻ വേണ്ടുന്നത്? ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. beneath the cerebral cortex run millions of axons that connect the neurons of the cerebral cortex. ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്യും? സെറിബ്രൽ കോർട്ടെക്സിലെ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യും. വിത്ത് ദോസ് ലൊക്കേറ്റഡ് എൽസ് വേർ ഇൻ ദ ബ്രെയിൻ. ബ്രെയിനില് മറ്റെവിടേക്കാണോ ഇതുള്ളത് അതുമായിട്ടെല്ലാം എന്ത് ചെയ്യും? ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് മാത്രം ആലോചിച്ച് വെക്കുക. അപ്പൊ നോക്കിക്കേ, ദ സെറിബ്രൽ കോർട്ടെക്സ് കൺസിസ്റ്റ് മോസ്റ്റ്ലി ഓഫ് ഗ്ലിയ ആൻഡ് സെൽ ബോഡീസ്, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ഇന്റർ കണക്റ്റിംഗ് ആക്സോൺ ഓഫ് ന്യൂറോൺസ്. ബിക്കോസ് സെൽ ബോഡീസ് പ്രിഡോമിനേറ്റ്, ഗിവിംഗ് ദ സെറിബ്രൽ കോർട്ടെക്സ് എ ഗ്രേയിഷ് tan appearance, it is referred as gray matter. Beneath the cerebral cortex run millions of axons that connect the neurons of the cerebral cortex with those located elsewhere in the brain. Next, the large connection of myelin gives this tissue an opaque white appearance, hence the term white matter. ഇനി നമ്മൾ പറഞ്ഞു കോർട്ടെക്സിന്റെ പുറം ഭാഗം, സെറിബ്രൽ കോർട്ടെക്സിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത്, ഇവിടെ സെറിബ്രൽ കോർട്ടെക്സിന് താഴെ മില്യൺസ് ഓഫ് ആക്സോൺ ഉണ്ട്. ദാറ്റ് കണക്ട് ദ ന്യൂറോൺ ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിലെ ന്യൂറോണുമായിട്ട് അത് എന്താണ്? കണക്റ്റ് ആണ്. അത് ബ്രെയിനിലെ മറ്റ് എന്താണ് ന്യൂറോൺസുമായിട്ടും എല്ലാം എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. എങ്കിൽ ദ ലാർജ് കണക്ഷൻ ഓഫ് മൈലിൻ ഗീവ്സ് ദ ടിഷ്യൂ ആൻഡ് ഒപ്പേക്ക് വൈറ്റ് അപ്പിയറൻസ്. ഈ മൈലിൻ ഷീത്ത് യഥാർത്ഥത്തിൽ കാണപ്പെടുന്നതെന്ന് പറയുന്നത് ന്യൂറോണിന്റെ ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ഒരു ആവരണമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരുപാട് ആക്സോൺസ് കാണപ്പെടും എന്ന് പറഞ്ഞില്ലേ. ഈ ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ന്യൂറോണിന്റെ ആ ബോഡിയിൽ നിന്ന് ഒരു ഇത് മാത്രം എന്താണ്? ഇലോങ്ങേറ്റഡ് ആയിട്ട് നീളത്തിൽ കാണപ്പെടും. അതാണ് ആക്സോൺ. ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ടാണ് എന്ത് കാണപ്പെടുന്നത്? മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ദ ലാർജ് കണക്ഷൻ ഓഫ് മൈലിൻ
gives this tissue an opaque white appearance. ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള, ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തെ എങ്ങനെ കടത്തിവിടാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കത്തില്ലേ? അപ്പൊ ഒപ്പേക്ക് ആയിട്ടുള്ള വൈറ്റ് അപ്പിയറൻസ് ആണ് അവിടുത്തെ ടിഷ്യൂവിന് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ എന്ന്. അപ്പൊ മൈലിൻ ഷീത്തിന്റെ ഇത് കൂടുകയാണെങ്കിൽ അവിടെ എന്താണ്? ആ ടിഷ്യൂ എന്താണ്? വൈറ്റ് മാറ്റർ ആണെന്ന് ഓർക്കുക. The 3 areas of the cerebral cortex receive information from the sensory organ. The 3 areas of the cerebral cortex. Cerebral cortexile നമ്മൾ പഠിച്ച 3 ഏരിയാസ് എന്ത് ചെയ്യും? റിസീവ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻസറി ഓർഗൻ. നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്ന് ഇൻഫർമേഷനെ സ്വീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ദ 3 ഏരിയാസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ് റിസീവ് ഇൻഫോർമേഷൻ ഫ്രം ദ സെൻസറി ഓർഗൻ. നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി പെർസീവ് ചെയ്യുന്ന ഇൻഫോർമേഷനെ ആര് റിസീവ് ചെയ്യും? നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലെ ഈ 3 ഏരിയാസ് റിസീവ് ചെയ്യും. ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്, ഇനി പറയുന്ന ഓരോന്നും പഠിച്ചു വെക്കണം. ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് വിച്ച് റിസീവ്സ് വിഷ്വൽ ഇൻഫർമേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ on the inner surface of the cerebral hemisphere. The primary visual cortex which receives visual information. കാണാതെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ, ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് വിച്ച് റിസീവ്സ് വിഷ്വൽ ഇൻഫർമേഷൻ. ഇപ്പൊ വിഷ്വൽ ഇൻഫർമേഷനെ സ്വീകരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ആണ്. എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഏത്? ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ബാക്ക് സൈഡിലാണ് ഈ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് എന്ത് ചെയ്യുന്നത്? ലൊക്കേറ്റ് ചെയ്യുന്നത്. അതെവിടെയാണ്? ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇന്നർ സർഫസിൽ കാണപ്പെടുന്ന എവിടെയാണ്? ബ്രെയിനിന്റെ ആ ഒരു ഇന്നർ സർഫസിലാണ് ഇതുള്ളത്. അപ്പൊ ആ ബ്രെയിനിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത് എന്ന് ആലോചിക്കുക. ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് വിച്ച് റിസീവ്സ് വിഷ്വൽ ഇൻഫർമേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബ്രെയിൻ ഓൺ ദ സർഫസ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത് വിഷ്വൽ കോർട്ടെക്സ് ആണ്, പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ആണ് വിഷനിൽ നിന്നുള്ള ഇൻഫോർമേഷനെ സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടുന്ന് പഠിച്ചു വെക്കേണ്ടത്. ഇനി അടുത്തത് the primary auditory cortex which receives auditory information is located on the lower surface of a deep fissure in the side of the brain, അതായത് the lateral fissures. ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് അത് വന്നു. അപ്പോൾ ഓഡിറ്ററി എന്ന് കേട്ടാലോ, ഓഡിഷൻ എന്ന് കേട്ടാൽ എന്തുമായിട്ട് ബന്ധപ്പെടുന്നതാണ്? ഹിയറിംഗുമായിട്ട് ബന്ധപ്പെടുന്നത്, ശബ്ദവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ഇത് പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് വിച്ച് റിസീവ്സ് ഓഡിറ്ററി ഇൻഫർമേഷൻ, ഇതാണ് ഓഡിറ്ററി ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്നത്. ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലോവർ സർഫസ് ഓഫ് എ ഡീപ് ഫിഷർ. എവിടെ കാണപ്പെടുന്നതെന്ന്, അതായത് ഈ ഓഡിറ്ററി കോർട്ടെക്സ്, പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് കാണപ്പെടുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലോവർ സർഫസ് ഓഫ് എ ഡീപ് ഫിഷർ ഇൻ ദ സൈഡ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ സൈഡിൽ കാണപ്പെടുന്ന ഡീപ് ഫിഷറിലാണ്, അതിന്റെ ലോവർ സർഫസിലാണ് ഈ പറയുന്ന പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് കാണപ്പെടുന്നത്. അതിന് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ദ ലാറ്ററൽ ഫിഷർ എന്നാണ് പറയുന്നത്. ദ പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സ്, എ വെർട്ടിക്കൽ സ്ട്രിപ്സ് ഓഫ് കോർട്ടെക്സ് ജസ്റ്റ് കോഡൽ ടു ദ സെൻട്രൽ സൾക്കസ്, റിസീവ്സ് ഇൻഫോർമേഷൻ ഫ്രം ദ ബോഡി സെൻസസ്. എല്ലാം ആ പേരിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ദ പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സ്. സൊമാറ്റോസെൻസറി കോർട്ടെക്സ് എന്താ ചെയ്യുന്നത്? റിസീവ്സ് ഇൻഫോർമേഷൻ ഫ്രം ബോഡി സെൻസസ്. ബോഡി സെൻസസ് അതിൽ നിന്നുള്ള ഇൻഫർമേഷനെ സ്വീകരിക്കുന്നത് ആരാണ്? പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സ് ആണ്. കോർട്ടെക്സ്, എ വെൻട്രൽ സ്ട്രിപ്സ് ഓഫ് ദ കോർട്ടെക്സ് ജസ്റ്റ് കോഡൽ ടു ദ സെൻട്രൽ സൾക്കസ്. സെൻട്രൽ സൾക്കസുമായിട്ട് ചേർന്നാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒന്ന് ഓർക്കണം. ദ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് വിച്ച് റിസീവ്സ് വിഷ്വൽ ഇൻഫർമേഷൻ, അത് ആ പിന്നെ വിഷ്വൽ എന്നുള്ളതിനകത്ത് തന്നെ വിഷ്വൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ back of the brain on the inner surface of the cerebral hemisphere. ഇനി അടുത്ത പറഞ്ഞ ഏതാണ്? the primary auditory cortex which receives auditory information is located on the lower surface of a deep fissure in the side of the brain. അല്ലെങ്കിൽ ഏതാണ്? അത് ഏതാണ്? lateral fissure ആണ്.
the primary somatosensory cortex, a vertical strips of cortex just caudal to the central sulcus, receives information from the body senses. ഇനി അടുത്തതിലേക്ക് വരുമ്പം with the exception of olfaction and gustation, sensory information from the body or the environment is sent to primary sensory cortex of the contralateral hemisphere. അതായത് വിത്ത് എക്സെപ്ഷൻ ഓഫ് ഓൾഫാക്ഷൻ, അതായത് സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അല്ലേ. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഓൾഫാക്ഷൻ ആൻഡ് ഗസ്റ്റേഷൻ, സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി ഓർ ദ എൻവയോൺമെന്റ്, അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇതൊഴികെയുള്ളത് എന്നാണ് പറയുന്നത്. ഏതാണ് ഈ പറഞ്ഞ സ്മെല്ലും ടേസ്റ്റും ഒഴികെയുള്ള ബാക്കി സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി ഓർ ദ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നുള്ള നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നുള്ള സെൻസേഷൻ ഈസ് സെൻഡ് ടു പ്രൈമറി സെൻസറി കോർട്ടക്സ്. എങ്ങോട്ടയക്കും? പ്രൈമറി സെൻസറി കോർട്ടക്സിലേക്ക് അയക്കും. ഏതൊഴികെയുള്ള, അതായത് സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ടതും ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നതും നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള ഇൻഫോർമേഷനെ എങ്ങോട്ടേക്ക് അയക്കും? സെൻഡ് ടു പ്രൈമറി സെൻസറി കോർട്ടക്സ് ഓഫ് ദ കോൺട്രാലാറ്ററൽ ഹെമിസ്ഫിയർ. Thus, the primary somatosensory cortex of the left hemisphere learns what the right hand is holding. The left primary visual cortex learns what is happening toward the person's right and so on. നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, നമ്മുടെ ബ്രെയിനിന്റെ ഇടതുഭാഗം നമ്മുടെ വലതുഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത്, നമ്മുടെ ബ്രെയിനിന്റെ വലതുഭാഗം ഇടതുഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നതെന്ന്. Thus the primary somatosensory cortex of the left hemisphere learns what the right hand is holding. ഇപ്പൊ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ എന്താണ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്ന് ഉള്ള ആ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ്. The left primary visual cortex learns what is happening toward the person's right. അപ്പൊ ലെഫ്റ്റ് വിഷ്വൽ കോർട്ടെക്സ് എന്താണ് ലേൺ ചെയ്യുന്നത്? നമ്മുടെ റൈറ്റ് സൈഡിൽ എന്താണ് നടക്കുന്നത്, അങ്ങനെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലെഫ്റ്റ് ഭാഗം റൈറ്റ് ഭാഗത്തെ, റൈറ്റ് ഭാഗം ലെഫ്റ്റ് ഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്തെയും നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് ഹെമിസ്ഫിയർ നമ്മുടെ ശരീരത്തിന്റെ ലെഫ്റ്റ് ഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയെങ്കിലും ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അത്രയും നോക്കിക്കേ. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ടത്. ആൻഡ് ഗസ്റ്റേഷൻ, ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദ ബോഡി ഓർ ദ എൻവയോൺമെന്റ് ഈസ് സെൻഡ് ടു പ്രൈമറി സെൻസറി കോർട്ടെക്സ് ഓഫ് ദ കോൺട്രാലാറ്ററൽ ഹെമിസ്ഫിയർ. ഏതൊഴികെയാണ്? സ്മെല്ലും അതുപോലെ ടേസ്റ്റും ഒഴികെയുള്ളത് പ്രൈമറി സെൻസറി കോർട്ടക്സിലേക്കാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. ദസ് ദ പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടക്സ് ഓഫ് ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ learns what the right hand is holding, and the left primary visual cortex learns what is happening toward the person's right and so on. The region of the cerebral cortex that is most directly involved in the control of the movement is the primary motor cortex. നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ നടക്കുന്നു, ഓടുന്നു, അങ്ങനത്തുള്ള പ്രവൃത്തികളാണ് ഏതെന്ന് പറയുന്നത്? മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദ റീജിയൻ ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ് that is most directly involved in the control of movement. നമ്മുടെ മൂവ്മെന്റിന് സഹായിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ആണ്. ഈ മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോട്ടോർ എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓർത്തു വെക്കാമെങ്കിലും പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ആണ് നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ടേം ആണ് ഓർത്തു വെക്കേണ്ടുന്നത്. ദ റീജിയൻ ഓഫ് ദ cerebral cortex that is most directly involved in the control of movement is the primary motor cortex. Primary motor cortex located just in front of the primary somatosensory cortex. ഇനി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ലൊക്കേറ്റഡ്
just in front of the primary somatosensory cortex. സൊമാറ്റോസെൻസറി കോർട്ടക്സിന്റെ ഇൻഫ്രണ്ടിലാണ്, മുൻവശത്തായിട്ടാണ് പ്രൈമറി മോട്ടോർ കോർട്ടക്സ് കാണപ്പെടുന്നത്. എന്തിനാ മോട്ടോർ കോർട്ടക്സ് സഹായിക്കുന്നത്? മൂവ്മെന്റിന് സഹായിക്കുന്നു. ഇനി ദ റീജിയൻസ് ഓഫ് പ്രൈമറി സെൻസറി ആൻഡ് മോട്ടോർ കോർട്ടക്സ് occupy only a small part of the cerebral cortex. നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ എന്ത് ഉൾക്കൊള്ളുന്നുള്ളൂ? ഈ പറയുന്ന പ്രൈമറി സെൻസറി ആയിക്കോട്ടെ, പ്രൈമറി മോട്ടോർ കോർട്ടക്സ് ആയിക്കോട്ടെ, ഇവ ഉൾക്കൊള്ളുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അതിനകത്ത് ചെറിയൊരു അംശത്തിൽ, ചെറിയൊരു പാർട്ടിൽ മാത്രമാണ് ഈ രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഏത് രണ്ട് ഭാഗങ്ങളാണ്? പ്രൈമറി സെൻസറി കോർട്ടക്സും പ്രൈമറി മോട്ടോർ കോർട്ടക്സും ഉൾപ്പെടുന്നത്. ഇത് മാത്രം ഒന്ന് നോക്കിക്കേ. The region of the cerebral cortex that is most directly involved in the control of movement is the primary motor cortex. നമ്മുടെ മനസ്സിൽ നമ്മൾ എങ്ങനെ പഠിക്കണം? മൂവ്മെന്റിന് സഹായിക്കുന്ന എന്താണ്? പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ആണ്. പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ലൊക്കേറ്റഡ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സിന്റെ ജസ്റ്റ് എന്താണ്? മുന്നിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദ റീജിയൻ ഓഫ് ദ പ്രൈമറി സെൻസറി ആൻഡ് മോട്ടോർ കോർട്ടെക്സ് occupy only a small part of the cerebral cortex. ഇനി the rest of the cerebral cortex accomplishes what is done between sensation and action, perceiving, learning and remembering, planning and acting. നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്രെയിനിന്റെ ചെറിയൊരു പാർട്ടിൽ മാത്രമാണ് പ്രൈമറി സെൻസറി കോർട്ടെക്സും അതുപോലെ ഏതാണ് സൊമാറ്റോ സെൻസറി മോട്ടോർ കോർട്ടെക്സും കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി ഭാഗത്തില് എന്താണ് നടക്കുന്നത് എന്നാ പറഞ്ഞത്? ദ റെസ്റ്റ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ് അക്കംപ്ലിഷസ് വാട്ട് ഈസ് ഡൺ ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് ആക്ഷൻ. സെൻസേഷൻ, ആക്ഷൻ, അവിടെ ആ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? പെർസീവിങ്, അതുപോലെ തന്നെ നമ്മുടെ ലേണിങ്, റിമെമ്പറിങ്, പ്ലാനിങ്, ആക്ടിങ്, ഇതെല്ലാം തന്നെ നടക്കുന്നത് എവിടെയാണ്? ഈ ബാക്കി ഭാഗത്താണ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദ സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 ഏരിയാസ് ഓർ ലോബ്സ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിനെ വീണ്ടും എന്താണ് 4 ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ലോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നെയ്മഡ് ഫോർ ദ ബോൺസ് ഓഫ് ദ സ്കൾ ദാറ്റ് കവർ ദം, ദ ഫ്രണ്ടൽ ലോബ്, പരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ് ആൻഡ് ഓക്സിപിറ്റൽ ലോബ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പഠിച്ചതാണ്. ദ സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 ഏരിയാസ്, 4 ഏരിയ അല്ലെങ്കിൽ 4 ലോബുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നെയ്മഡ് ഫോർ ദ ബോൺസ് ഓഫ് ദ സ്കൾ ദാറ്റ് കവർ ദം. എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കള്ളിനെ, ബ്രെയിനെ എന്താണ് കവർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് കൊടുത്തേക്കുന്നത്. എന്താണ്? ദ ഫ്രണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ് ആൻഡ് ഓക്സിപിറ്റൽ ലോബ്. അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഇന്നത് മുൻഭാഗത്താണ്, അല്ലെങ്കിൽ താഴെയാണ്, അല്ലെങ്കിൽ ഇന്നതിന്റെ പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കിയാൽ മതി. ദ സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 ഏരിയാസ് ഓർ ലോബ്സ് നെയ്മഡ് ഫോർ ദ ബോൺസ് ഓഫ് ദ സ്കൾ that cover them, അതായത് the frontal lobe, parietal lobe, temporal lobe and occipital lobe. The brain contains 2 of each lobe on in each hemisphere. അതായത് നമുക്ക് 2 ഹെമിസ്ഫിയർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും. ഇതിലാണ് ഈ പറയുന്ന ലോബുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിലും ഈ ലോബുണ്ട്, റൈറ്റ് ഹെമിസ്ഫിയറിലും ഈ ലോബ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഈ പറയുന്ന 4 ലോബുകൾ. ഏതൊക്കെ? ഫ്രണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, അതുപോലെ തന്നെ ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. ഓരോ ലോബിന്റെയും ധർമ്മങ്ങൾ എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ നോക്കിക്കേ, ദ റെസ്റ്റ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ് അക്കംപ്ലിഷസ് വാട്ട് ഈസ് ഡൺ ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് ആക്ഷൻ, perceiving, learning and remembering, planning and acting. ഇനി അടുത്തത് the cerebral cortex is divided into 4 areas or lobes named for the bones of the skull that cover them, the frontal lobe, parietal lobe, temporal lobe and occipital lobe. The brain contains 2 of each lobe, one in each hemisphere. Next,
The frontal lobe include everything in front of the central sulcus. ഫ്രണ്ടൽ ലോബിൽ എന്താണ് കാണുന്നത്? ഫ്രണ്ടൽ ലോബ് ഇൻക്ലൂഡ് എവറിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സെൻട്രൽ സൾക്കസ്. സെൻട്രൽ സൾക്കസിന് മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ദ പറൈറ്റൽ ലോബ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ സൈഡ് ഓഫ് ദ cerebral hemisphere just behind the central sulcus caudal to the frontal lobe. അത് നമ്മൾ ഫിഗർ വെച്ച് തന്നെ പഠിച്ചതാണ്. പറൈറ്റൽ ലോബ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ സൈഡ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ സൈഡിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? പറൈറ്റൽ ലോബ്. അതുപോലെ തന്നെ എന്തിന് പുറകിലായിട്ടും ജസ്റ്റ് ബിഹൈൻഡ് ദ സെൻട്രൽ സൾക്കസ് കോഡൽ ടു ദ ഫ്രണ്ടൽ ലോബ്. ഫ്രണ്ടൽ ലോബുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെൻട്രൽ സൾക്കസിലെ അതിന് പുറകിലായിട്ടാണ് ഇത് പറൈറ്റൽ ലോബ് കാണപ്പെടുന്നത്. ഇനി ദ ടെമ്പറൽ ലോബ് ജസ്റ്റ് ഫോർവേഡ് ഫ്രം ദ ബേസ് ഓഫ് ദ ബ്രെയിൻ വെൻട്രൽ ടു ദ ഫ്രണ്ടൽ ആൻഡ് പറൈറ്റൽ ലോബ്. ഇനി ടെമ്പറൽ ലോബ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻട്രൽ ടു ദ ഫ്രണ്ടൽ ആൻഡ് പറൈറ്റൽ ലോബാണ്. ദ ഓക്സിപിറ്റൽ ലോബ് ലൈസ് അറ്റ് ദ വെരി ബാക്ക് ഓഫ് ദ ബ്രെയിൻ സെൻട്രൽ ടു ദ ടെമ്പറൽ ആൻഡ് പറൈറ്റൽ ലോബ്. എല്ലാം അതിന്റെ ലൊക്കേഷൻ ജസ്റ്റ് എവിടെയാണെന്ന് മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഫങ്ഷൻസ് അല്ല, അത് എവിടെ കാണപ്പെടുന്നു, ഫ്രണ്ടൽ ലോബ് എവിടെ, അല്ലെങ്കിൽ ടെമ്പറൽ എവിടെ, ഓക്സിപിറ്റൽ എവിടെ. ദ ഫ്രണ്ടൽ ലോബ് ഇൻക്ലൂഡ് എവറിഥിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സെൻട്രൽ സൾക്കസ്. The parietal lobe is located on the side of the cerebral hemisphere just behind the central sulcus caudal to the frontal lobe. The temporal lobe just forward from the base of the brain ventral to the frontal and parietal lobe. The occipital lobe lies at the very back of the brain central to the temporal and parietal lobe. ഇനി ഇതിന്റെ കമ്പാരിസൺ ആണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. എന്താണ് ഫങ്ഷൻസ് നോക്കാം. കൺസിസ്റ്റ്, നല്ലോണം പഠിച്ചു വെച്ചേക്കണേ. കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമുക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് എന്തുള്ളത്? ബ്രെയിനും സ്പൈനൽ കോഡും. എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലോ കൺസിസ്റ്റ് ഓഫ് നെർവ്സ് ഔട്ട്സൈഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉള്ളതല്ല, ബാക്കിയുള്ള നെർവുകൾ കൂടിച്ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി മെയിൻ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഏതാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. കാരണം മൊത്തം എന്താണ് ഇമ്പൾസസിനെ സ്വീകരിച്ച് ബ്രെയിനിലേക്ക് കൊണ്ടുകൊടുക്കുന്നത്. ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്യത്തില്ല. ഇങ്ങനെ പല ഫങ്ഷൻസും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. ഇനി പ്രോസസ് ഇൻഫോർമേഷൻ. ഇതിന്റെ ഒരു ധർമ്മമാണ് ഇൻഫോർമേഷനെ പ്രോസസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെ പ്രോസസ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണ്? ബ്രെയിനിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇൻഫോർമേഷനെ പ്രോസസ് ചെയ്യുക എന്നുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ധർമ്മമാണ്. ഇനി ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ഇൻഫോർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രോസസ്സ് ചെയ്ത ഇൻഫോർമേഷനെ എത്തിക്കുന്നത് ആരാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. എന്നാൽ പ്രോസസ്സ് നടക്കുന്ന എവിടെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും. അത് ട്രാൻസ്മിഷൻ നടക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇൻഫോർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ്. പ്രൊട്ടക്റ്റഡ് ബൈ സ്കൾ ആൻഡ് വെർട്ടിബ്രൽ കോളം. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നു? സ്കൾ. നമുക്കറിയാം ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സ്കള് കാണപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നു? വെർട്ടിബ്രൽ കോളം കാണപ്പെടുന്നു. ഇനി ലെസ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിന് വലിയ പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു നെറ്റ്വർക്ക് പോലെ നമ്മുടെ ശരീരത്തുടനീളം എന്താണ് വ്യാപിച്ച് കിടക്കുന്നതാണ്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. ഇത്രയും കാര്യങ്ങൾ സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെയും ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ പറഞ്ഞത്. കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇവിടെ കൺസിസ്റ്റ് ഓഫ് നെർവ്സ് ഔട്ട്സൈഡ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇനി മെയിൻ കൺട്രോൾ സെന്റർ ആണ്. ഇവിടെ വരുമ്പോഴോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. ഇനി പ്രോസസ് ഇൻഫോർമേഷൻ. ഇവിടെ ആകുമ്പോഴോ ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ. ഇനി പ്രൊട്ടക്റ്റഡ് ബൈ സ്കൾ ആൻഡ് വെർട്ടിബ്രൽ കോളം. ഇവിടെ ആണെങ്കിലോ ലെസ് പ്രൊട്ടക്റ്റഡ് ആണ്. അടുത്ത നോക്കാം. സെറിബ്രൽ ഹെമിസ്ഫിയർ.
നമ്മുടെ അടുത്തൊരു ഭാഗമാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ഓൾറെഡി നമ്മൾ ഇതിനെപ്പറ്റി എന്താണ് ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞു. നോക്കാം. ദ സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ ലാർജസ്റ്റ് പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് നല്ലതുപോലെ അറിയാം. അതേതാണ്? നമ്മുടെ സെറിബ്രമാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഇതിനെ നമ്മുടെ ബ്രെയിനെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്ന ബ്രെയിനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്നും റൈറ്റ് ഹെമിസ്ഫിയർ എന്നും. ദീസ് ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ thick band of nerve fibers called the corpus callosum which allows communication between them. നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ സെറിബ്രത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ 2 പാർട്ടായിട്ട് ഇങ്ങനെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്നും റൈറ്റ് ഹെമിസ്ഫിയർ എന്നും. ഇനി ദീസ് ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ തിക്ക് ബാൻഡ് ഓഫ് നെർവ് ഫൈബേഴ്സ്. പക്ഷെ ഇങ്ങനെ 2ആയിട്ട് വിഭജിച്ചെങ്കിലും ഇവയെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? തിക്ക് ബാൻഡ് ഓഫ് നെർവ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കലോസ. അപ്പൊ സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയണം? നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും റൈറ്റ് ഹെമിസ്ഫിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് കോർപ്പസ് കലോസമാണ്. വിച്ച് അലൗസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം. അപ്പം ഈ 2 ഹെമിസ്ഫിയർക്ക് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷന് സാധ്യമാക്കുന്നത് എന്താന്ന് ചോദിച്ചാലും എന്ത് പറയണം? അത് നമ്മുടെ കോർപ്പസ് കലോസമാണ്. ഇപ്പൊ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും റൈറ്റ് ഹെമിസ്ഫിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നതും ആരാണ്? കോർപ്പസ് കലോസമാണ്. ഇപ്പൊ നോക്കേ, സെറിബ്രൽ ഹെമിസ്ഫിയർ. The cerebrum is the largest part of the brain. It is divided into 2 cerebral hemispheres, left hemisphere and right hemisphere. In these hemispheres are connected by a thick band of nerve fibers called the corpus callosum. മറന്നു പോകല്ലേ അത്. Which allows communication between them. ഇനി സ്ട്രക്ചർ ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ സെറിബ്രം കൺസിസ്റ്റ് ഓഫ് 2 ഹാഫ്സ് കാൾഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറിബ്രത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്ന്. ഈച്ച് ഹെമിസ്ഫിയർ കൺട്രോൾസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ശരീരത്തിന്റെ വലതു ഭാഗത്തെയും ബ്രെയിനിന്റെ റൈറ്റ് സൈഡ് അതായത് റൈറ്റ് ഹെമിസ്ഫിയർ ശരീരത്തിന്റെ ലെഫ്റ്റ് ഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടാണ് നിയന്ത്രണം നടക്കുന്നത്. ഈച്ച് ഹെമിസ്ഫിയർ കൺട്രോൾസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി. ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൺട്രോൾസ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി. അതുപോലെ തന്നെ റൈറ്റ് ഹെമിസ്ഫിയർ കൺട്രോൾസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി. ദ ഔട്ടർ ലെയർ ഈസ് കാൾഡ് ദ സെറിബ്രൽ കോർട്ടെക്സ്. അത് നമുക്കറിയാവുന്നതാണ്. വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹയർ മെന്റൽ ഫങ്ഷൻസ്. നമ്മുടെ ഹയർ മെന്റൽ ഫങ്ഷൻസ് എല്ലാം തന്നെ നടക്കുന്നത് എവിടെയാണ്? ഈ സെറിബ്രൽ കോർട്ടെക്സിലാണ്. എളുപ്പമായിരുന്നു അത്രയും. ഒന്ന് നോക്കിക്കേ, സ്ട്രക്ചർ ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആണ് നമ്മൾ പറഞ്ഞത്. ദ സെറിബ്രം കൺസിസ്റ്റ് ഓഫ് 2 halves called cerebral hemispheres. Each hemisphere control the opposite side of the body. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ controls the right side of the body, right hemisphere controls the left side of the body. The outer layer is called the cerebral cortex, which is responsible for higher mental functions. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഇത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിനെയും നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് ഹെമിസ്ഫിയർ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇതെല്ലാം നമുക്ക് വേണ്ടുന്നത് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. ലാംഗ്വേജ്, സ്പീച്ച്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ലോജിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അനലിറ്റിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. വെൻ സോൾവിങ് എ മാത്ത് പ്രോബ്ലം ഓർ റിട്ടൺ ആൻഡ് എസ്സേ, നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ആണ്. വെൻ സോൾവിങ് എ മാത്ത് പ്രോബ്ലം ഓർ റൈറ്റിംഗ് ആൻഡ് എസ്സേ, the left hemisphere is more active.
അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു മാത്സ് പ്രോബ്ലം ചെയ്യാനായിട്ട് സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, അതല്ലെങ്കിൽ നമ്മളൊരു എസ്സേ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് ഇങ്ങനെ കണ്ണിങ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന എല്ലാം, അങ്ങനെ നമ്മൾ ലോജിക്കൽ തിങ്കിങ്ങും റീസണിങ്ങും അങ്ങനത്തുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. നമ്മൾ സൈക്കോളജിക്കലി പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യമാണ് പറയുന്നത്, ബയോളജിക്കലി ആകുമ്പോഴാണ് ബാക്കി മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് അത് മാത്രം ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഫങ്ഷൻസ് ഓഫ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നമ്മൾ പറഞ്ഞത്. ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ലോജിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അനലിറ്റിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്. അടുത്ത നോക്കാം, ഫങ്ഷൻസ് ഓഫ് ദ റൈറ്റ് ഹെമിസ്ഫിയർ. റൈറ്റ് ഹെമിസ്ഫിയറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ദ റൈറ്റ് ഹെമിസ്ഫിയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, മ്യൂസിക് ആൻഡ് ആർട്ട്, അപ്രീസിയേഷൻ, സ്പേഷ്യൽ എബിലിറ്റീസ്, ഫേസ് റെക്കഗ്നിഷൻ, ഇമോഷണൽ എക്സ്പ്രഷൻ. ഇതൊക്കെ എവിടെയാണ്? ഫങ്ഷൻസ് ഓഫ് ദ റൈറ്റ് ഹെമിസ്ഫിയർ ആണ്. ഏതൊക്കെയാണ്? കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, മ്യൂസിക്, ആർട്ട്, സ്പേസിനെ പറ്റിയുള്ള ആ ഒരു നമ്മുടെ കഴിവ്, ഫേസ് റെക്കഗ്നീഷൻ. ഈ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്, പ്രോസോപഗ്നോസി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമോഷണൽ എക്സ്പ്രഷൻ. ഇനി നോക്കിക്കേ എക്സാമ്പിൾ, ഡ്രോയിങ് പിക്ചർ, റെക്കഗ്നൈസിങ് ഫേസ് ഓർ അപ്രീഷിയേറ്റിംഗ് മ്യൂസിക് മെയിൻലി ഇൻവോൾവ്സ് ഇൻ ദ റൈറ്റ് ഹെമിസ്ഫിയർ. ഇതൊക്കെ നടക്കുന്നത് ബ്രെയിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയറിലാണ്. നെക്സ്റ്റ് നോക്കാം, കോർപ്പസ് കലോസം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ കോർപ്പസ് കലോസോ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെ റൈറ്റ് ഹെമിസ്ഫിയറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞല്ലേ. എ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് കണക്ടിങ് ദ ടു ഹെമിസ്ഫിയേഴ്സ് ആണ് കോർപ്പസ് കലോസം. ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചാൽ എ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് കണക്ടിങ് ദ ടു ഹെമിസ്ഫിയേഴ്സ് ഈസ് നോൺ ആസ് കോർപ്പസ് കലോസം. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നോക്കിക്കോ, ട്രാൻസ്ഫേഴ്സ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ ഹെമിസ്ഫിയേഴ്സ്. നമ്മൾ പറഞ്ഞു രണ്ട് ഹെമിസ്ഫിയർ ആണുള്ളതെന്ന്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഇതിനിടയിലുള്ള ആ തിക്ക് നെർവ് ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കോർപ്പസ് കലോസമാണ്. കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ബോത്ത് സൈഡ് ഓഫ് ദ ബ്രെയിൻ. അതായത് നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് സൈഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നതും ആരാണ്? നമ്മുടെ കോർപ്പസ് കലോസമാണ്. ഹെൽപ്സ് ഇൻ ഇന്റഗ്രേറ്റഡ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് തിങ്കിങ്ങിനും അതുപോലെ ബിഹേവിയറിനും ഒക്കെ സഹായിക്കുന്നത് ആരാണ്? ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ സഹായിക്കുന്നത് ആരാണ്? കോർപ്പസ് കലോസമാണ്. ഒന്നും കൂടെ നോക്കിക്കേ, കോർപ്പസ് കലോസം എ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് കണക്ടിങ് ദ ടു ഹെമിസ്ഫിയേഴ്സ് ആണ്. ഫങ്ഷൻസ് ആണ് പറഞ്ഞത്, ട്രാൻസ്ഫേഴ്സ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ ഹെമിസ്ഫിയേഴ്സ്, coordinate activities of both sides of the brain, helps in integrated thinking and behavior. Next നോക്കിക്കേ, lateralization of brain function എന്ന് പറയുന്ന പാർട്ടാണ്. നോക്കാം, the specialization of functions in one hemisphere is more than the other. അപ്പം നമ്മൾ പറഞ്ഞു ബ്രെയിൻ്റെ ഇന്ന ഭാഗം ഇന്നതിനെ നിയന്ത്രിക്കുന്നു, അടുത്ത ഭാഗം അടുത്തതിനെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാ ഭാഗവും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എന്താണ്? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദ സ്പെഷ്യലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് ഇൻ വൺ ഹെമിസ്ഫിയർ മോർ ദാൻ ദ അതർ. അപ്പൊ അവിടുത്തെ ഒരു ബ്രെയിൻ്റെ ഒരു ഭാഗത്തുള്ള ആ സ്പെഷ്യലൈസേഷൻ എന്താണ്? മറ്റു ഭാഗത്തേക്കാളും അടുത്ത ഭാഗത്തിന് ഇന്ന ഇത് ചെയ്യാൻ. ഇപ്പം തിങ്കിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നു. അത് ഈ ലെഫ്റ്റ് സൈഡിലാണ് നടക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലും എന്തായിരിക്കും? അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്നതിൻ്റെ മേജർ പാർട്ട് നടക്കുന്നത് ചിലപ്പം ലെഫ്റ്റ് ഹെമിസ്ഫിയറിലായിരിക്കും. അങ്ങനെയുള്ള അതാണ് പറയുന്നത്. നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? മോസ്റ്റ്ലി ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. ക്രിയേറ്റിവിറ്റി എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എവിടെയാണ്? റൈറ്റ് ഹെമിസ്ഫിയർ ആണ്.
മാത്തമെറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എവിടെയാണ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത്? ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. മ്യൂസിക് ആൻഡ് ആർട്ട് എടുത്തു കഴിഞ്ഞാലോ മോസ്റ്റ്ലി റൈറ്റ് ഹെമിസ്ഫിയർ ആണ്. ഇതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമായി നടക്കുന്നത് എവിടെയാണ്, അതാണ് ആ സ്പെഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ ലാറ്ററലൈസേഷൻ ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ ആണ് പറഞ്ഞത്. ദ സ്പെഷ്യലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് ഇൻ വൺ ഹെമിസ്ഫിയർ ഈസ് മോർ ദാൻ ദ അതർ. എന്നിട്ട് പറഞ്ഞിട്ട് എന്താണ്? ലാംഗ്വേജ് എവിടെയാണ്? മോസ്റ്റ്ലി ലെഫ്റ്റ് ഹെമിസ്ഫിയർ. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ക്രിയേറ്റിവിറ്റി മോസ്റ്റ്ലി റൈറ്റ് ഹെമിസ്ഫിയർ, മാത്തമാറ്റിക്സ് മോസ്റ്റ്ലി ലെഫ്റ്റ് ഹെമിസ്ഫിയർ, മ്യൂസിക് ആൻഡ് ആർട്ട് മോസ്റ്റ്ലി റൈറ്റ് ഹെമിസ്ഫിയർ. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ. സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്സ്. വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നു. വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഉണ്ട് അല്ലെ. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാവുന്നത്. നമ്മൾ കൈകാൽ അനക്കുന്നു, നടക്കുന്നു, ഇതൊക്കെ നമുക്ക് ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, ഇൻവോളണ്ടറി ആക്ഷൻ ആണ് അല്ലെ. ശ്വസനം ഇൻവോളണ്ടറി ആയിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്സ്, പ്രോസസ് സെൻസറി ഇൻഫോർമേഷൻ. സെൻസറി ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതും ഏതാണ്? സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ധർമ്മമാണ്. എനേബിൾ തിങ്കിങ്, മെമ്മറി, ലേണിംഗ് ആൻഡ് ഇന്റലിജൻസ്. തിങ്കിങ്ങും മെമ്മറിയും ലേണിങ്ങും ഇന്റലിജൻസും ഒക്കെ സാധ്യമാകുന്നത് എവിടെയാണ്? സെറിബ്രൽ ഹെമിസ്ഫിയറിലാണ്. ഹെൽപ്പ് ഇൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിനെ സഹായിക്കുന്നതും സെറിബ്രൽ ഹെമിസ്ഫിയർ ആണ്. റെഗുലേറ്റ് ഇമോഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇമോഷൻസിനെ അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ഏതാണ്? ഈ പറയുന്ന സെറിബ്രൽ ഹെമിസ്ഫിയർ ആണ്. ഇവിടെ നോക്കിക്കേ. കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്സ്, പ്രോസസ് സെൻസറി ഇൻഫോർമേഷൻ, എനേബിൾ തിങ്കിങ്, മെമ്മറി, ലേണിംഗ് ആൻഡ് ഇന്റലിജൻസ്, ഹെൽപ്സ് ഇൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, റെഗുലേറ്റ് ഇമോഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. താങ്ക് യു.